പ്രസന്റ് നേരുകയാണ്. നമ്മുടെ പ്രസ് മീറ്റ് ആരംഭിക്കുകയാണ്. ഇതൊക്കെയാണ് ജോസേട്ടായുടെ നാട്ടിലെയും ജോസേട്ടായുടെ സിനിമയിലെയൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ. അപ്പോൾ അറ്റത്തുനിന്ന് ആളുകൾ ഓരോരുത്തരോരോരുത്തരോടും സംസാരിച്ചു തുടങ്ങും, അവരെ സ്വയം പരിചയപ്പെടുത്തും. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. ടെർബോയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഞാനിതിൽ സിജു എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ജോസേട്ടായുടെ പിള്ളേരിൽ ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് ക്രിസ്റ്റോ ആണ്, മ്യൂസിക് ഡയറക്ടറാണ് ഈ പടത്തിൻ്റെ. ക്രിസ്റ്റോ ആണ് ബ്രഹ്മയുഗത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ഇത് 4ാമത്തെ പടമാണുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ 2ാമത്തെ പടമാണ് മമ്മൂട്ടി കമ്പനിയോടൊപ്പം മമ്മൂക്കയോടൊപ്പം. ജെറി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. കൂടുതലൊന്നും പുറത്തേക്ക് പറയാൻ പാടില്ല എന്ന് MMT പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഹലോ, എൻ്റെ പേര് അമിന നിജാം. ഞാൻ ഈ ടെർബോ എന്ന് പറയുന്ന സിനിമ ഭാഗമാകുന്ന എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ ദ മൂവി. ഈ പടത്തിൽ ഞാൻ നിരഞ്ജന എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജ് ബി ഷെട്ടിയാണ്. സോ I work as actor and writer and director in Kannada. ഈ പടത്തിൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, വെട്രിവേൽ ഷൺമുഖസുന്ദർ. സോ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. ഇതിക്ക് ടു എക്സിക്യൂട്ട് ദിസ് ക്യാരക്ടർ ഐ തിങ്ക് ദ ഹോൾ ടീം ഇൻക്ലൂഡിങ് മെഗാസ്റ്റാർ മമ്മൂട്ടി സാർ ആൻഡ് ദ ഡയറക്ടർ were so cooperative and helpful. I'll be very thankful to the audience of Kerala and to the response they are giving to the trailer and to the character. Thank you. നമസ്കാരം. നിതിൻ മനോഹർ തോമസ്, ചേർക്കനാണ്. വൈശാഖൻ്റെ ഉടലാത്ത സിനിമയാണ്, നമുക്കൊരു ഉടലാത്ത സിനിമയാണ്. 23-ാം തീയതി പടം റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ എത്തണം, കാണണം. ജോസേട്ടായിൻ്റെ കേൾക്കുന്നില്ലേ? എല്ലാവരും 23-ാം തീയതി തിയേറ്ററിൽ എത്തണം, കാണണം. ജോസേട്ടായും സംഘവും 23-ാം തീയതി എത്തുകയാണ്. നമസ്കാരം, ഞാൻ മമ്മൂട്ടി. ഞാനിപ്പോഴത്തെ ഈ ജോസേട്ടായിട്ടാണ് വിളിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ പടത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ഈ പടത്തിൽ ഇവിടെയുടെ എല്ലാവരുടെയും അഭിനയിക്കാൻ കിട്ടിയ അവസരം ഞാൻ സന്തോഷവും. ഈ പടം 23-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. എല്ലാവരും കാണണം. സന്തോഷം. നമസ്കാരം, എൻ്റെ പേര് വൈശാഖ് എന്നാണ്. മമ്മൂട്ടി കമ്പനിയുടെ ആയിട്ട് ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. മമ്മൂക്കയുടെ കൂടി ഇതിനു മുമ്പ് 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. രസകരമായ ഒരു അനുഭവമായിരുന്നു, സിനിമയായിരുന്നു. എല്ലാവരും സിനിമ കാണണം. 23 സിനിമയായിരുന്നു. ഞാൻ നിങ്ങളുടെ വീഡിയോ പഠിക്കാം. അതെ, എനിക്ക് വളരെ സന്തോഷം. ഞാൻ മമ്മൂക്കയുടെ കൂടെ 2ാമത്തെ പടമാണിത്. പക്ഷേ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിങ്ങിൽ മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ ഇപ്പോൾ ഇരിക്കുന്ന ഇതെനിക്ക് വളരെ പ്രൗഡായിട്ട് തോന്നുന്നു. പിന്നെ എല്ലാവരും വന്ന് സിനിമ കാണണം, അനുഗ്രഹിക്കണം. 23-ാം തീയതി റിലീസ്. നന്ദി. നമസ്കാരം, എൻ്റെ പേര് അഞ്ജന ജയപ്രകാശ് എന്നാണ്. ടെർബോയിൽ ഞാൻ ഇന്ദുലേഖ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ കൂടെ, മമ്മൂക്കയുടെ കൂടെ, വൈശാഖ് സാറിൻ്റെ കൂടെ, നിതിൻ ചേട്ടൻ്റെ കൂടെ, എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. 23rd പടം റിലീസാണ്. വെരി എക്സൈറ്റഡ്. എല്ലാവരും പോയി പടം കാണാം. താങ്ക് യു. നമസ്കാരം, ഞാൻ നിരഞ്ജനാണ്. ടെർബോ എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു സിനിമയുടെ ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സിതാര എന്നാണ്. 23-ാം തീയതിയാണ് റിലീസ്. എല്ലാവരും പടം പോയി കാണും. നമസ്കാരം, ഞാൻ ജോണി ആൻ്റണി. ഞാൻ മമ്മൂട്ടി കമ്പനിയുടെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ 4 സിനിമ നമുക്ക് വെച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിന് പകരമായി എനിക്ക് 40 സിനിമ അഭിനയിക്കാൻ തരാമെന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും വളരെ നല്ല രസകരമായ അനുഭവമായിരുന്നു. വൈശാഖ്, മിഥുൻ, എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ വരവ് അറിയിക്കുന്ന ഒരു കഥാപാത്രമാണെങ്കിൽ ആ വേഷം ചെയ്യാൻ പറ്റിയത് അഭിമാനമായിട്ട് തോന്നുന്നു. ജോസിൻ്റെ വരവ് അറിയിക്കുന്ന കഥാപാത്രമാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. പടം എല്ലാവരും 23-ാം തീയതി കാണുക. ഒരു വലിയ വിജയമാക്കി തരിക. ഒന്ന്. നമസ്കാരം, ഞാൻ സമദ്. മമ്മൂക്ക അവസരം തന്നതുകൊണ്ട് മമ്മൂക്കയുടെ 10ാമത്തെ സിനിമ ഓവർസീസ് ചെയ്യാൻ കഴിഞ്ഞ ആളാണ് ഞാൻ.
ഒത്തിരി സന്തോഷം. താങ്ക് യു. സിനിമ ടർബോ ഒരു എൻ്റർടൈനറാണ്. ജോസഫ് നമുക്ക് വേറെ വേറെ വാക്കുകളാണ് സിനിമയെ വിശേഷിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറയും. അപ്പോൾ ഞങ്ങളെല്ലാവരും എൻ്റർടൈനർ എന്നുള്ള വാക്കിൽ എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമ എന്നുള്ള വാക്കിലാണ് ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. തിയേറ്ററിൽ രസകരമാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഹ്യൂമർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ഉണ്ട്, നിങ്ങൾ ട്രെയിലറിൽ കണ്ടതാണ്. പിന്നെ ഒരുപാട് പ്രതിഭാനന്ദരായ ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല സാങ്കേതിക പ്രവർത്തകർ ക്രിസ്റ്റോ അടക്കമുള്ളവർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത് ചിത്രം ഒരുപാട് പ്രതീക്ഷയോടു കൂടിയാണ് ഞങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അപ്പോൾ 23-ാം തീയതി എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സിനിമ ഒരു വൻ വിജയമാക്കി മാറ്റുക. അതോടൊപ്പം ഇനി അല്പനേരം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഈ മമ്മൂക്കയുടെ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ജോണറുകളാണ് ഈ ആക്ഷൻ, കോമഡി, എന്റർടൈൻമെന്റ് ജോണർ. അപ്പൊ ഇപ്പോഴത്തെ മമ്മൂക്ക ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, എക്സ്പ്ലോർ ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മമ്മൂക്കനെയാണ് ഒരുപാട് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് കൈ കിട്ടി. എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പുതിയ? അടിപൊളി. മോന്റെ പേരെന്താ? അജിത്. അജിത്. ഞാനും അജിത്തിനെ പോലെ തന്നെ ഭയങ്കര കൗതുകത്തിലായിരുന്നു ഈ സിനിമയിലേക്ക് പോകുന്ന സമയത്ത്. കാരണം ഈ ടെറിട്ടറിയിലുള്ള, അതായത് ഈ സാഹചര്യത്തിലുള്ള കുറേ കഥാപാത്രങ്ങൾ നമുക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള, ലൈക്ക് ഇപ്പോൾ അച്ചായൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇടുക്കി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോൾ നമുക്ക് അത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെയായിരിക്കും മിഥുൻ ഓരോ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഡെലിവറി ചെയ്ത് കാണിക്കും, നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പോൾ എൻ്റെ കൗതുകം മുഴുവൻ മമ്മൂക്ക ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം എനിക്ക് 100% ഷുവറാണ് ഒരിക്കലും മമ്മൂക്ക മുമ്പ് ചെയ്തൊരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല. ആ രീതിയിൽ അതൊരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ പലതവണ ഞാൻ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് മമ്മൂക്കയോട് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയായിരിക്കും മമ്മൂക്ക ചെയ്യാൻ, അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. നല്ലാതെ ഡീറ്റെയിൽ പറഞ്ഞില്ല. എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഈ ഇതേ കൗതുകത്തോടെയാണ് ഈ സിനിമയെ സമീപിച്ചത്. ഈ ഷൂട്ടിംഗ് നടന്ന 104 ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികളനുസരിച്ച്, പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികളനുസരിച്ച് ആ പെർഫോമൻസിൻ്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യം മധ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി. കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം മാത്രമല്ല, ആക്ഷൻ ഉണ്ടാവാം, ഫൺ ഉണ്ടാവാം, ഇമോഷൻസ് ഉണ്ടാവാം, മാറ്ററുകൾ ഉണ്ടാവാം. പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിൻ്റെ ആ മീറ്റർ അതേപോലെ തുടർന്ന് ഈ പുതിയ കാലഘട്ടത്തിലനുസരിച്ചിട്ടുള്ള പെർഫോമൻസാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ഭയങ്കര രസമായിരുന്നു എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ. നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും, ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന മാസ് സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ കൊമേഴ്സ്യൽ സിനിമകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റെഫറൻസായി അതുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. ജോസച്ചാ എന്നാണ്ട് വിശേഷം? ഇല്ല, ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുന്നത്. ജോസേട്ടാ എന്നാണ്ട് വിശേഷം? നല്ല വിഷയം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ട് പോകണം. എനിക്ക് തോന്നുന്നു 104 ദിവസം ഷൂട്ട് ചെയ്ത കഥ പറഞ്ഞപ്പോൾ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായി മമ്മൂക്ക അതിലേറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ചു, ചേസിങ്ങിന് വേണ്ടി. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസ് അല്ല എന്ന് പറയും, മമ്മൂക്ക ക്ലാസ് അല്ല എന്ന് പറയും. ഞങ്ങൾ ഏത് രീതിക്കാണ് ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. തീർന്നില്ല പ്രശ്നം, ഏറ്റെടുക്കുക. ഞാൻ നിങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അറിഞ്ഞതിലോട് സന്തോഷം. പോവാം. പിന്നെ ഫൺ, തമാശ എന്ന് പറയാൻ പറ്റും, എന്താണ് പറയുക, ഹ്യൂമർ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നു. കാരണം അതിനൊന്നും നേരമില്ല ഈ സിനിമയിൽ. അല്ല, തമാശ പറഞ്ഞല്ല, മനുഷ്യനെ തലയിൽ തീ പിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയാൻ സമയം ഉണ്ടാവും. അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ. ജോസിന്റെ എടുത്തിയാട്ടക്കാരനായതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ്. അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എടുത്തിയാട്ടം കൊണ്ട് അബദ്ധമായാൽ അത് തലേന്ന് പോകില്ല, അത് വലിച്ചെറിഞ്ഞാലും പോകുക. അതിങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്ന പോലെ പിടിച്ച് ജോസിനെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ. ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലെ അതുകൊണ്ടാണ് ഞാൻ ഈ ടെറൈനിൽ തന്നെ ഒരു ആക്ഷൻ കോമഡി ജോണറിൽ നമുക്ക് പല സിനിമകളും ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ ആസ്വദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോഴേക്കും വീണ്ടും അതേ ഇപ്പൊ ഒരു അച്ചായനായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ നേരത്ത് മുമ്പ് ചെയ്ത ക്യാരക്ടറിനെ റീവിസിറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണമല്ലോ.
അപ്പൊ എന്നിട്ടായിരിക്കണം ഒരു ക്യാരക്ടർ സെറ്റ് ചെയ്യും. അപ്പൊ അതിനെ എങ്ങനെയായിരുന്നു നോക്കി കണ്ടത്? അത് റീവിസിറ്റിംഗ് ഒന്നുമില്ല. ആ കഥാപാത്രത്തിന് വേണ്ടി യാതൊരു സാമ്യം ഉണ്ടാകാതിരിക്കുന്ന ശ്രമമാണ്. റീവിസിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വരണ്ടേ. അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത്. ഇതങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ സന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ. അതാണ് അതിൻ്റെ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ കഥാപാത്രവും പരിസരങ്ങളും തമ്മിൽ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെ മാറും. നമ്മൾ ഒരേ കഥ തന്നെ പല സ്ഥലത്തെടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ല. ഇപ്പോൾ കർണൻ്റെ കഥ എടുത്ത ഒരുപാട് സിനിമകൾ എല്ലാ പടത്തിലും കർണൻ ഒരുപോലെയല്ലല്ലോ. അതുപോലെ കഥാപാത്രത്തിൻ്റെ കഥാപരിസരങ്ങൾ മാറുന്നുണ്ട് ഈ സിനിമയിൽ മൊത്തമായിട്ട്. അപ്പോൾ കഥ മാറും, കഥാപാത്രവും മാറും. അങ്ങനെയൊക്കെ എടുക്കാനും പോകും. നമുക്ക് പറയാണ്ടായി ദുബായ് ലോഞ്ചില് ഇതൊരു സാമ്പിൾ മാത്രമാണെന്ന് പറഞ്ഞു. അപ്പം ട്രെയിലറിനെ പറ്റി അല്ല, അതെ, ഇതൊരു സാമ്പിൾ മാത്രമാണ്. അപ്പൊ യഥാർത്ഥ വെടിക്കെട്ട് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഒഴിച്ചടിക്കല്ലേ? അത് വെടിക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നേക്കാം. തോന്നട്ടെ എങ്ങനെയെങ്കിലും. നിങ്ങളത് ഉടക്കല്ലേ? എത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് പല തവണ ചന്ദ്രൻ പറഞ്ഞില്ല, എല്ലാവരും നന്നായി കഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും അത് ഓർമ്മിക്കല്ലേ. മലയാള ഫിലിമിൽ ഒരു ഡയലോഗ് ഉണ്ട്, അവന്റെ ഇടി എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിൻഡല് വരുന്നു. ടർബോ ജോസിന്റെ ഇടിക്ക് എത്ര കിൻഡൽ ഉണ്ടാവും? കൊണ്ടു നോക്ക്, അല്ലെങ്കിൽ കണ്ടു നോക്ക്. ഈ ഇപ്പം ഭീഷ്മത്തിൽ നമ്മൾ നോക്കാൻ നേരത്ത് അതിന്റെ ഫൈറ്റ് സീക്വൻസിലൊക്കെ ബോൾട്ട് പോലത്തെ ഉള്ള ന്യൂ ടെക്നോളജീസുമായിട്ട് നമുക്ക് മല്ലിടുന്നതാണ്, ഇല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കുന്നതാണ്. അപ്പം നേരെ മറിച്ച് ഇപ്പം ടർബോയിൽ വരാൻ നേരത്ത് ഫൈറ്റ് സീക്വൻസിന്റെ അത് ഇപ്പം ട്രെയിലർ കട്ട്സിലൊക്കെ നമ്മൾ കണ്ടത് ഗംഭീരമായിട്ടുള്ള ഷോട്ട്സ് കാര്യങ്ങളൊക്കെയാണ്. അതിനെ എങ്ങനെയായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് മമ്മൂക്കയുടെ മല്ലിടല്? നമുക്ക് ടെക്നോളജി മല്ലിടേണ്ട കാര്യമില്ല. വളരെ നല്ല ധാരണ ടെക്നോളജിയിലുള്ള ആളാണ്, നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യത, ഇപ്പോൾ സാധ്യമായിട്ടുള്ള ഒരു പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യുപ്മെന്റ്സുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം. കണ്ടു നോക്കും.